ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പ്ലാന്റ് എഴുകോൺ ഭാഗത്ത് അമ്പലത്തിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ചന്ദ്രപ്രഭ എന്ന് പറഞ്ഞൊരു മാഡത്തിൻ്റെ വീട്ടിൽ നമ്മൾ വെച്ച 3 kW പ്ലാന്റാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അദാനിയുടെ മോണോപെർക്ക് ബൈഫേഷ്യൽ പാനൽസും ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽസും പിന്നെ എൻഫേസ് ഇൻവെർട്ടറും എയ്റ്റ് HC ഇൻവെർട്ടറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഇൻവെർട്ടർ, കൂടിയ ഇതാണ്. അതിൻ്റെ വാട്ടേജ് ഔട്ട്പുട്ട് ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനിയും ഫർദർ നമുക്ക് അകത്തോട്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ഈ പ്ലാന്റിൻ്റെ ടോപ്പിൽ നമ്മൾ വീടിൻ്റെ പുറത്ത് നമ്മൾ ഈ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സിമെൻറ്റ് റൂഫും, പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ സിമെൻറ്റ് റൂഫും അതിൻ്റെ ഓട് പാവിയിരിക്കുക. അപ്പം നമ്മൾ കാല് കുത്തുന്ന ഇടം മാത്രം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ സിമെൻറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുത്ത് അപ്പം ആ വെള്ളം അകത്ത് സീപ്പ് ചെയ്യാതിരിക്കാനായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ ആക്ച്വലി 6 പാനൽസ് ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്, രണ്ടായിട്ടല്ല. എന്ന് വെച്ചാൽ 6 പാനൽ ഒന്നിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം അപ്പം ഈ പാനൽ 535 വാട്ട്സ് അദാനി മോണോപെർക്ക് ബൈഫേഷ്യൽ പാനൽസാണ്. മോണോപെർക്ക് ബൈഫേഷ്യലാണ്. അപ്പം ഇവർക്ക് ഈ ലൊക്കേഷൻ നല്ലൊരു ഹിൽ ടോപ്പ് ലൊക്കേഷനാണ്. ചില നമ്മുടെ വെസ്റ്റ് സൈഡിലോട്ട് കുറച്ച് മരങ്ങളുണ്ട്, പക്ഷേ സാരമില്ല. പക്ഷേ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇച്ചിരി വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി കുറയും, അത്രേ ഉള്ളൂ. പക്ഷേ പീക്ക് ടൈം രാവിലെയൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രം 8 to around 3 വരെ ഇവിടെ ഒരു ഷെയ്ഡും ഇല്ല, നല്ല ക്ലിയർ സ്കൈസാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം ഈ സ്ട്രക്ചറിൻ്റെ പാനലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 1.3 ഗ്യാപ്പ് വെച്ചാൽ നമ്മൾ പാനലിൻ്റെ ഫ്രെയിം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വാക്ക് വേയും പിന്നെ നോർത്ത് സൈഡിലോട്ട് നമ്മുടെ ലൈറ്റിനിങ് അറസ്റ്ററും പിന്നെ താഴോട്ട് അവരുടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, അതിലോട്ട് നമ്മൾ ഏണിയിട്ട് അപ്രോച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ എൻഫേസിൻ്റെ IQ8P ആണ്. 8P വാട്ടേജ് കൂടുതലാണ്. അപ്പം നമ്മൾ പുള്ളിക്കാരൻ്റെ HCയും 8Pയും നമ്മൾ ഓപ്ഷൻ കൊടുത്തായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ചൂസ് ചെയ്തത് P കൂടിയ വാട്ടേജ് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. പുള്ളിക്കാരന് പ്രീവിയസ്ലി ഐഡിയ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പറഞ്ഞപ്പോഴേ പുള്ളി അക്സെപ്റ്റ് ചെയ്ത് അതങ്ങ് പിന്നെ അപ്രൂവ് ചെയ്തു. പിന്നെ ഈ ഇൻവെർട്ടർ താഴെ ഓരോ പാനലിൻ്റെ അടിയിലും ഓരോ ഇൻവെർട്ടറായിട്ട് വരും. പിന്നെ ഒരു സമ്മിങ് ബോക്സ് ഉണ്ട്. സമ്മിങ് ബോക്സിൽ നമ്മൾ ചെയ്തിട്ട് പിന്നെ ഒറ്റ കേബിളായിട്ട് താഴെ എൻവോയ്ഡ് ആ ബോക്സിനകത്തോട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഐസൊലേഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ചെയ്യാൻ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ ഐസൊലേറ്ററിനെ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പാനലും അവിടെ 230 വോൾട്ട് AC വരുന്നത്. അതുകൊണ്ട് ആ ഷോക്ക് ഇവിടെ പണി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ അതിനെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സമ്മിങ് ബോക്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഈ ഓപ്പൺ സ്പേസ് ഉണ്ട്, അതിൻ്റെ മുകളിലോട്ട് ആ കൂരയെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളൊരു ഏണിയും ഇതെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നോർത്ത് സൈഡിലോട്ട് ലൈറ്റിനിങ് അറസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ലൈറ്റിനിങ് അറസ്റ്റിൻ്റെ എർത്തിലോട്ട് പോകും. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഈ പാനൽ 30 years വാറണ്ടിയാണ്. 12+18 12 റിപ്ലേസ്മെൻറ്റ് വാറണ്ടിയും പിന്നെ ഉള്ളത് 18 ഇയേഴ്സിന് നമ്മൾ പെർഫോമൻസ് വാറണ്ടിയാണ്. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കറക്റ്റ് ചെയ്ത് തരും, അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഏതെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ അവർ റിപ്ലേസ് ചെയ്യും, അങ്ങനത്തെ ഒരു വാറണ്ടിയാണ്. പിന്നെ ഇൻവെർട്ടറിന് 15 years വാറണ്ടിയാണ്. 15 years വാറണ്ടിയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഇത് ഓൺലൈനിൽ നമ്മളിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓൺലൈനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അവർ ഓൺലൈനിൽ കയറിയിട്ട് അതിൻ്റെ ഫെയിലിയർ എന്തുവാന്ന് വെച്ചാൽ അനലൈസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ സർവീസ് ടീമുണ്ട്. അവർക്ക് നമ്മുടെ ഈ പ്ലാന്റ് ID കൊടുക്കുമ്പം അവരത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ അവരുടെ റീസൺ ഉണ്ടാ ഇത് ഫെയിൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ കൺഫേം ആയാൽ അവർ ഡയറക്റ്റ് റിപ്ലേസ്മെൻറ്റ് കസ്റ്റമറിൻ്റെ സൈറ്റിലോട്ട് വരും, സാധനം അയച്ചു തരും. പിന്നെ നമ്മൾ ഇൻസ്റ്റാളറായിട്ട് വന്ന് അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് പിന്നെ കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്ന ഇതിനകത്തുള്ള പ്രൊസീജിയർ. അങ്ങനെ നോക്കുമ്പം ഈ എൻഫേസ് സിസ്റ്റം ഒന്നുകൂടെ നല്ല സ്റ്റേബിളാണ്.
സ്റ്റേബിൾ സിസ്റ്റമാണ്, അതിന് പ്രോബ്ലങ്ങളൊന്നുമില്ല. പിന്നെ അതുമാത്രമല്ല ഡേറ്റ, ഓരോ പാനലിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റ നമുക്ക് ആപ്പിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ. കൺസ്യൂമറിൻ്റെ ഇൻസ്റ്റലേഷൻ കാണുവാണെങ്കിൽ ഇത് അവരുടെ മീറ്റർ, മെയിൻ മീറ്റർ ഇവിടെ വരുന്നത്, KCBയുടെ മീറ്റർ. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ മീറ്റർ ഇവിടെ വരും. പിന്നെ ഉള്ളത് ACDBയാണ്. ACDBക്കകത്ത് എൻഫേസിൻ്റെ NOയും ക്യൂ റിലേയും പിന്നെ അതിനകത്തുള്ള പ്രൊട്ടക്ഷൻ ഡിവൈസ്, സർച്ച് പ്രൊട്ടക്ഷൻ എല്ലാം ഈ ബോക്സിനകത്താണ്. പിന്നെ മേളിൽ നിന്ന് 6 പാനലും നമ്മൾ സം ചെയ്ത് ഒരു ബോക്സിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നമ്മൾ AC കേബിൾ ഇട്ട് താഴെ കൊണ്ടുവന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യും. പവർ ലൈൻ കമ്മ്യൂണിക്കേഷനാണ് NO യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി സെപ്പറേറ്റ് ഡിവൈസ് ഒന്നുമില്ല. പക്ഷേ സെർവറിലോട്ട് കണക്ട് ചെയ്യുമ്പം നമ്മുടെ വൈഫൈ റൗട്ടർ വഴിയാണ് പോകുന്നത്. നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈമിൽ കുറേ അവരുടെ സോഫ്റ്റ്വെയർ, എൻഫേസിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഇൻവെർട്ടറിന്. അതുകൊണ്ട് കുറേ സമയമെടുത്ത്, അറൗണ്ട് 3-4 hours എടുത്ത് അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺലൈനിൽ ആക്കിയിട്ട് പിന്നെ കോൺഫിഗർ ചെയ്യാനൊക്കെ ഒത്തിരി സമയമെടുത്ത്. പിന്നെ ഈ കോൺഫിഗറേഷൻ എല്ലാം നമ്മുടെ വൈഫൈ സ്റ്റേബിൾ ആയിരിക്കണം. എൻഫേസ് സിസ്റ്റത്തിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ വൈഫൈ വേണം ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങിനും. ബാക്ക് എൻഡിൽ അവരുടെ സർവീസിനുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് വൈഫൈ കൂടെ ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ടായാലേ. അതുകൊണ്ട് എൻഫേസിന് ഒരു ക്രിട്ടിക്കാലിറ്റിയാണ് വൈഫൈ വേണമെന്നുള്ളത്. അതുകൊണ്ട് വൈഫൈ ഉണ്ടെങ്കിലേ എൻഫേസ് ഇൻസ്റ്റാൾ ചെയ്യാവും. അങ്ങനെ ഒരു സിസ്റ്റമായത് എന്നുവെച്ചാൽ ഇത് ഫുള്ളി സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻറ്റ് ഒരു പ്ലാന്റാണ് എൻഫേസിൻ്റെ കോൺഫിഗറേഷൻ തന്നെ. അങ്ങനെ നോക്കുവാണെങ്കിൽ എൻഫേസിൻ്റെ ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻവെർട്ടർ 8HC എന്ന് പറഞ്ഞ് അവരുടെ കൂടിയ ഇൻവെർട്ടറാന്ന് വെച്ചാൽ അവരുടെ ഈ ടോപ്പ് കോൺ പാനൽസിനും പിന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻവെർട്ടറാണ്. അതിൻ്റെ വാട്ട് ഔട്ട്പുട്ട് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റാണ്. പിന്നെ ഈ കാലാവസ്ഥയുടെ കാരണം കഴിഞ്ഞ ഇതായിട്ട് അവർക്ക് കുറച്ച് പ്രൊഡക്ഷൻ കുറവുണ്ട്. അത് കാലാവസ്ഥയുടെയാണ്. പക്ഷേ എന്നാലും അവരുടെ കൺസംഷൻ കുറവായതുകൊണ്ട് എക്സ്പോർട്ട് കൂടുതലായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ നെറ്റ് മീറ്ററിങ്ങിൽ അവർക്ക് ബില്ല് വന്നിട്ടില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് അറൗണ്ട് 170 or 200 ഫിക്സ് ചാർജ് മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് എക്സസ് ആയിട്ടുള്ളത് അവർ പിന്നെ കൺസ്യൂം ചെയ്യുമ്പം അത് എക്സസ് കൺസ്യൂം ചെയ്താലും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്കിനിയും മുകളിലോട്ട് അതിൻ്റെ പാനൽ ഇൻസ്റ്റലേഷനും ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം.